നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് കൊടിയുയർന്നു. പൊതുസമ്മേളന നഗരിയായ തിരുനക്കര മൈതാനത്ത് മുതിർന്ന നേതാവ് CA കുര്യൻ പതാക ഉയർത്തി. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം പേയ്മെൻറ്റ് സീറ്റ് വിവാദവും പുതിയ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പും സമ്മേളനത്തിൽ ചൂടുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചേക്കാം. വിവിധയിടങ്ങളിൽ നിന്നായി പ്രയാണം ആരംഭിച്ച കൊടിമര പതാക ദീപശിഖാ ജാഥകൾ പൊതുസമ്മേളന നഗരിയായ തിരുനക്കര മൈതാനത്ത് സംഗമിച്ചു. തുടർന്ന് മുതിർന്ന നേതാവ് CA കുര്യൻ പതാക ഉയർത്തി. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. 650 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൽ സജീവ ചർച്ചയായി മാറിയ തിരുവനന്തപുരം പേയ്മെന്റ് സീറ്റ് വിവാദം സംസ്ഥാന സമ്മേളനത്തെയും ചൂടുപിടിപ്പിക്കും. സെക്രട്ടറി പദത്തിൽ നിന്നും പന്ന്യൻ രവീന്ദ്രൻ ഒഴിയുന്നതും സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നു. പാർട്ടി അമരത്തേക്ക് കാനം രാജേന്ദ്രന്റെയും K ഇസ്മായിലിന്റെയും പേരുകൾക്കാണ് മുൻതൂക്കം. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര സാധ്യതയും തള്ളിക്കളയാനാവില്ല. ആലപ്പുഴയിലെ CPM സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമ്മേളനത്തിലെ വികസന സെമിനാറിലൂടെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിലെത്തും. റിപ്പോർട്ടർ, കോട്ടയം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗം ശ്രീ CA കുര്യൻ, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ A സജീവൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, CPI മുൻ നേതാവ് ശ്രീ രാമചന്ദ്രൻ നായർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ CA കുര്യൻ, ആരാണ് CPIയുടെ പുതിയ സെക്രട്ടറി? കാനം രാജേന്ദ്രനോ K ഇസ്മായിലോ? തർക്കം രൂക്ഷമാണെന്നാണല്ലോ വാർത്തകൾ. അതിനെക്കുറിച്ച് അജണ്ട വെച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ഇതിനകത്ത് മേൽക്കമ്മിറ്റിയിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോഴുള്ള സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹം ഒഴിയുകയാണെന്നും അതിനകത്ത് എനിക്ക് അടുത്തതായ സെക്രട്ടറി ആയിട്ട് വേറൊരാളായിരിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന പാരമ്പര്യം നമ്മുടെ പാർട്ടിക്കില്ല. പാർട്ടിയെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യപരമായിട്ട് സ്റ്റേറ്റ് കൗൺസിലാണ്. പന്ന്യൻ രവീന്ദ്രൻ ഇനി സെക്രട്ടറി സ്ഥാനത്തേക്കില്ലെന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ സെക്രട്ടറി വേണ്ടിവരില്ലേ? പാർട്ടി സെക്രട്ടറി ആയിട്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല, ഒരു വേദിയിലും ചർച്ച ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഊഹാപോഹങ്ങൾ പലത് പറയും, പത്രമാധ്യമങ്ങൾ പറയും. അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ ശ്രീ K ഇസ്മായിലിനാണ് സീനിയോറിറ്റി. അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു, 4 തവണ MLA ആയിരുന്നു, 96-ൽ റവന്യൂ മന്ത്രിയായിരുന്നു. LDF ഏകോപന സമിതിയിലും പ്രവർത്തിക്കുന്നു. കാനമാകട്ടെ AITUസിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. 2 തവണ വാഴൂരിൽ നിന്ന് ജയിച്ചു, 3 തവണ തോറ്റു. ആരാണ് കൂടുതൽ യോഗ്യൻ? ഈ സമീപകാലം വരെ AITUസിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാനായിരുന്നു. സഖാവ് കാനം രാജേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്നു. തൃശ്ശൂരിൽ കൂടിയ AITUC സമ്മേളനമാണ് അദ്ദേഹത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം AITUCയുടെ സമ്പന്നനായ നേതാവാണ്, അഖിലേന്ത്യാ നേതാവാണ്. അതുപോലെ നിങ്ങൾ പറഞ്ഞ ഇസ്മായിലാണേലും പാരമ്പര്യമുള്ളതാണ്, പാർലമെൻ്ററി കാര്യങ്ങളിൽ പഴക്കമുള്ളതാണ്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ഈ പേരുകൾ വരുമ്പോൾ മാത്രമേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ കഴിയത്തുള്ളൂ. ഈ കമ്മിറ്റിയുടെ മുമ്പിൽ ഇതുവരെ ഒരു പേരും വന്നിട്ടില്ല, ആ കമ്മിറ്റി കൂടിയിട്ടുമില്ല. കാനത്തിനോ ഇസ്മായിലിനോ കൂടുതൽ സാധ്യത? സമ്മേളന നോട്ടീസിൽ സമാപന സമ്മേളനത്തിലെ അധ്യക്ഷ സ്ഥാനത്ത് കാനത്തിന്റെ പേരാണ് വച്ചിരിക്കുന്നത്, ഇസ്മായിലിൻ്റെതല്ല. കാനം രാജേന്ദ്രന് മുൻതൂക്കമുണ്ടോ, ഇസ്മായിലിന് മുൻതൂക്കമുണ്ടോ എന്നുള്ളതൊക്കെ ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു വേദിയിലും ചർച്ച ചെയ്യാത്തൊരു പ്രശ്നത്തെക്കുറിച്ച് കേന്ദ്ര കമ്മീഷൻ മെമ്പർ എന്നുള്ള നിലയിൽ വ്യക്തമാണ്. CPIM സമ്മേളനത്തിൽ നിന്ന് വിട്ടുപോന്ന പങ്കെടുക്കാത്ത VS അച്യുതാനന്ദനെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. കേരള വികസന പരിപ്രേക്ഷ്യം സെമിനാറിൻ്റെ ഉദ്ഘാടകനാക്കിയിട്ടുണ്ടല്ലോ. CPIMലെ വിഭാഗീയതയിൽ CPI കക്ഷി ചേരുകയാണോ? അതിനകത്ത് സഖാവ് കോടിയേരി പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം തന്നെ പറഞ്ഞു, സഖാവ് അച്യുതാനന്ദൻ CPI സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റില്ലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തെറ്റും ശരിയുമായിട്ട് നമ്മളെന്തെങ്കിലും വ്യക്തമാണ്. ഇടതു മുന്നണി വിപുലീകരിക്കുമെന്നാണല്ലോ CPIM പറയുന്നത്. എന്താണ് CPIയുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം? ഇടതു മുന്നണിയിൽ നിന്ന് വന്നവരാണോ UDF അണികളിൽ നിന്ന് വന്നവരാണോ എന്നൊക്കെ പ്രത്യേകിച്ച് വേർതിരിച്ച് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും UDFയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇടതുപക്ഷ ചേരിയിലേക്ക് കൃഷിക്കാരും തൊഴിലാളികളും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് സത്യമാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യം തന്നെ
ഏതാണ്ട് 12,000 ചെറുകിട കൃഷിക്കാർ ഈ കേരളത്തിലുണ്ട്. അതിനൊരു സ്ഥിതി എന്താണ്? ഇതൊക്കെ തന്നെ CPIയും മറ്റിടതുപക്ഷ പ്രസ്ഥാനവും അങ്ങനെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭണത്തിലിറങ്ങുമ്പോൾ അതിനകത്ത് ജനങ്ങളുടെ പിന്തുണയുണ്ടാകും. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യമാണ്. പക്ഷെ അത്തരമൊരു പിന്തുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അത് ശരിയാണ്. പക്ഷേ ഇത്തവണ നിങ്ങളുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കർ വാപസിയും മതേതരത്വവും എന്ന സെമിനാർ CPI സംഘടിപ്പിക്കുന്നു. അതിൽ പാണക്കാട് തങ്ങളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന നിലപാടുണ്ടോ? നേരത്തെ മദനിയുടെ വിഷയത്തിൽ നിങ്ങൾ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്നു. കേരളത്തെ സംബന്ധിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ്. ഈ കേരളത്തിൽ 44% മതന്യൂനപക്ഷങ്ങളാണ്. ആ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഈ സമീപകാലത്ത് BJPയുടെ ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്ന അല്ലെ പിന്തുണ നൽകുന്ന ചില ശക്തികൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങൾ കേരള ജനതയെ മാത്രമല്ല ഇന്ത്യയിൽ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ വളർന്നു വരുന്നു. ഇതിനെതിരായിട്ട് ജനാധിപത്യ ശക്തികളുടെ അഭിപ്രായ പ്രകടനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് CPI തീർച്ചയായിട്ടും മതന്യൂനപക്ഷത്തിൻ്റെ മതേതര രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ നിലപാടിൽ വ്യത്യാസമില്ല. പക്ഷേ ഈ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവാദമാകാൻ പോകുന്നത് പേയ്മെൻറ്റ് സീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, CPIയിൽ ഉണ്ടായ അച്ചടക്ക നടപടികൾ, അങ്ങനെ തെറ്റിനെ വിമർശിച്ചവർക്ക് പാർട്ടിയിൽ പരാതിപ്പെടാനോ ജനാധിപത്യ വിരുദ്ധ നടപടി സ്വീകരിക്കാനോ ഒരു സംവിധാനമില്ലായ്മ, ഇത്തരം കാര്യങ്ങളാണല്ലോ. ഒറ്റപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സെൻട്രൽ കമ്മീഷൻ്റെ മെമ്പറാണെന്ന് പറഞ്ഞില്ലേ, ഏതെങ്കിലും CPI മെമ്പർക്ക് ജനാധിപത്യത്തിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ഉൾപാർട്ടി ജനാധിപത്യത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ കമ്മീഷൻ, സ്റ്റേറ്റ് കൺട്രോൾ കമ്മീഷൻ സഖാവ് E. ചന്ദ്രശേഖരൻ നായർ ചെയർമാനായിട്ട് കൺട്രോൾ കമ്മീഷനുണ്ട്. അവരെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹിയിലേക്ക് ദേശീയ കൺട്രോൾ കമ്മീഷൻ ഉണ്ട്. ആ കൺട്രോൾ കമ്മീഷൻ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഇതൊക്കെ CPIക്ക് എവിടെയെങ്കിലും ജനാധിപത്യ അവകാശം നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിട്ടുള്ള വ്യക്തമാണ്. ശ്രീ CA കുര്യൻ, ശ്രീ A. സജീവൻ, CPIയുടെ കോട്ടയം സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് കാനൻ രാജേന്ദ്രനും അതുപോലെ KE ഇസ്മായിലും തയ്യാറായി നിൽക്കുന്നു. ഒപ്പം CPIഎമ്മിൻ്റെ ഇടതുപക്ഷ മുന്നണിയോടുള്ള സമീപനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ UDFനെതിരായ സമരങ്ങളെക്കുറിച്ച്, ഇടതുപക്ഷ മുന്നണി വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് എല്ലാം ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എന്താണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത? അല്ല, CPI സമ്മേളനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് കുപ്പായം വിട്ടിരിക്കുന്നു എന്നത് മാത്രമല്ല, കുപ്പായത്തിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ള ബലപരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തൊട്ടു മുമ്പ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങൾ പോലും അത് പാർട്ടിയിൽ ഒരു സീറ്റിന് വേണ്ടി പേയ്മെൻറ്റ് സീറ്റിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ കാശ് വാങ്ങിയെന്നുള്ളതല്ല. ആ പ്രശ്നം പോലും പേയ്മെൻറ്റ് സീറ്റ് വിവാദം ഉയർത്തിയത് പോലും എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടന്ന കുറേ കാലമായിട്ട് നടന്ന പ്രശ്നങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമായിരുന്നു തിരുവനന്തപുരം പേയ്മെൻറ്റ് വിവാദത്തിൻ്റേത്. അത് കുറേ കൂടി ശക്തമായിക്കൊണ്ട് പന്ന്യൻ പലപ്പോഴും കഴിഞ്ഞ തവണ പന്ന്യൻ വന്നത് പോലും സമവായ സ്ഥാനാർത്ഥിയായിട്ട് നമുക്കറിയാം. ഇപ്പോൾ പന്ന്യൻ ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ പാർട്ടി അത് ശരിയാണോ തെറ്റാണോ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെതിരെ നടപടിക്ക് വിധേയരായിട്ടുള്ള രണ്ടുപേര് കൃത്യമായിട്ടും ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് ഈ ആരോപണങ്ങൾ ഉയർത്തലും ഇത് പിടിച്ചെടുക്കാൻ ശ്രമവുമൊക്കെ ഈ CPIയുടെ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഓരോ വിഭാഗത്തിൻ്റെയും ശ്രമമാണ്. അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം, കുറച്ചു കാലമായിട്ട് CPIഎമ്മിനോട് എങ്ങനെയൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുമോ, CPIഎം ആയിട്ട് ഒരു പോരാട്ടത്തിന്, അത് മുന്നണിക്കകത്താണെങ്കിലും പാർട്ടി CPIഎമ്മിലെ നേരത്തെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചോദിച്ച ഒരു ചോദ്യം, CPIഎമ്മിനകത്തെ പ്രശ്നങ്ങളിൽ താല്പര്യം കാണിക്കുന്നുള്ളൂ. CPIഎമ്മിനകത്തെ ഏത് പ്രശ്നത്തിലാണ് CPI ഇടപെടാതിരുന്നിട്ടുള്ളത്? ഏറ്റവും ഒടുവിൽ CPIഎം സമ്മേളനം നടക്കുന്നതിന് തൊട്ട് തലേന്ന് പോലും പന്ന്യൻ പറഞ്ഞത്
ഈ ഇടതുപക്ഷത്തിൻ്റെ സമരങ്ങൾ നയിക്കേണ്ടത് VS ആണെന്നാണ്. അതെല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ മുന്നണിയുടെ സമരം നയിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ് VS എന്നുള്ളത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് പന്ന്യൻ ഇങ്ങനെയൊരു സംഭവം CPM സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് തലേന്ന് ഒരു ബോംബ് പൊട്ടിക്കാൻ ശ്രമിച്ചത്? പക്ഷെ അത് ചീറ്റിപ്പോയി മറ്റു കാര്യങ്ങളിലേക്ക് CPM-നകത്ത് തന്നെയുള്ള അമിട്ടുകൾ പൊട്ടിയത് കൊണ്ട് പക്ഷേ ശ്രീ എ സജീവൻ, അതൊരു ബോംബായിരുന്നു. ബോംബ് പൊട്ടിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നില്ല. ഉദാഹരണത്തിന് C ദിവാകരൻ VS അച്യുതാനന്ദനെതിരെ ഒരു നടപടി എടുത്താൽ, അല്ലെങ്കിൽ VS-നെതിരെ ഇപ്പോൾ CPM-ൽ നടക്കുന്ന ഈ കാര്യങ്ങൾ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തന്നെ പൊതുവിൽ ദോഷകരമായി ബാധിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, CPIM സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സമയമില്ലാതിരുന്ന, CPIM സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന, അതിനുശേഷം ആ പാർട്ടിയുമായി ഒരു പ്രത്യേക ബന്ധം സൂക്ഷിക്കുന്ന ശ്രീ VS അച്യുതാനന്ദൻ 28-ന് CPI സമ്മേളനത്തിൻ്റെ ഭാഗമായി തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന കേരള വികസന പരിപ്രേക്ഷ്യം സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് CA കുര്യനോട് ഞാൻ നേരത്തെ ചോദിച്ചത്. എങ്ങനെയാണ് ഈ വിഭാഗീയതയിൽ അതിലൊരു നേതാവിനെ തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന CPIയുടെ ആ നിലപാട്? VS-ഉം CPI-യും ചേർന്നുകൊണ്ട് CPM-ന്റെ ചില പൊതു തീരുമാനങ്ങൾക്കെതിരെ നേരത്തെ നടത്തിയ നീക്കങ്ങൾ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? വേറൊരു CPM നേതാവും CPI സമ്മേളനത്തിനില്ല. അല്ല, തീർച്ചയായിട്ടും VS ഒരു വേറൊരു പാർട്ടിയുടെ നേതാവ് മറ്റൊരു പാർട്ടിയുടെ സമ്മേളനത്തിൽ പോകുന്നതിനും തെറ്റൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, കോട്ടയത്ത് നടന്ന CPM-ന്റെ ഒരു പൊതുപരിപാടിയിൽ KM മാണി പങ്കെടുത്തിരുന്നു. ആ KM മാണിക്കെതിരെ അവർ വീണ്ടും സമരരംഗത്ത് വന്നല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കുറേ കാലമായിട്ട്, നേരത്തെ പ്രകാശ് ചോദിച്ച പോലെ തന്നെ, കുറേ കാലമായിട്ട് VS എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ ശരി, മറ്റു വിഭാഗം ഔദ്യോഗിക പക്ഷമെന്നോ അല്ലെങ്കിൽ പിണറായി പക്ഷമെന്നൊക്കെ പറയാവുന്ന വിഭാഗം എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ തെറ്റും എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞു പോരുന്നൊരു സമീപനമാണ് CPI നേതാക്കന്മാരെടുത്തിരുന്നത്. അതിപ്പോൾ വെളിയം പാർക്കിൻ്റെ കാലത്ത് പോലും നമുക്കിപ്പോൾ അന്നത്തെ ആ സമയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെളിയം പാർക്ക് പൊന്നാനി സീറ്റ് കിട്ടാത്ത സമയത്ത് എത്ര രൂക്ഷമായിട്ടാണ്, എത്ര ഭീകരമായിട്ടാണ് CPM നേതാക്കന്മാർക്ക് പ്രതികരിച്ചിരുന്നത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് പക്ഷെ ഓരോ ഘട്ടത്തിലും പന്ന്യൻ്റെ ഘട്ടത്തിലെത്തുമ്പോൾ അത് വളരെ ശക്തമായ രീതിയിലേക്ക് പോകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും CPM എടുക്കുന്ന ഏത് നിലപാടിനെയും ചെറുത്തു തോൽപ്പിക്കുന്ന രീതിയിൽ ആണ്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ VS-ൻ്റെ ഈ VS സമരം നയിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് പന്ന്യൻ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിന് വേണമെങ്കിൽ ഒരു നേരത്തെ പ്രകാശ് ചോദിച്ച ഈ CPI-യുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട സെമിനാറിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. അദ്ദേഹത്തെ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു, പോകുന്നു. അത് നേരത്തെ തീരുമാനിച്ചാണ്. പക്ഷേ അതിന് പോകുന്ന VS അതിൻ്റെ കാരണം കൊണ്ടായിരിക്കില്ല CPM-ന്റെ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത്. അത് വേറെ കാര്യമാണ്. VS പക്ഷേ എന്തായാലും സ്വന്തം പാർട്ടിക്കകത്ത് എപ്പോഴും രൂക്ഷമായ സമരം നടത്തുകയും രൂക്ഷമായ എതിരഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അത് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ തന്നെയായിരുന്നു എന്നതിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ ആ സംഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് VS പറയുമ്പോൾ അതിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, CPI-യുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് തുടർച്ചയായി രംഗത്ത് വരുന്നു. അതിൽ അവർക്കുണ്ടാവുന്നൊരു താല്പര്യമുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും പല നേതാക്കന്മാരെയും വ്യക്തമാണ്. താങ്കൾ ആ കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു. തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് ഈ പാർട്ടിക്കകത്തെ നീക്കങ്ങൾ, കളികൾ എല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാമല്ലോ. ആരായിരിക്കും ജനറൽ സെക്രട്ടറി? ആ കാര്യത്തിൽ ഒരു തർക്കം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആർക്കാണ് സാധ്യത? ഇപ്പോൾ കാനൻ രാജേന്ദ്രൻ്റെ കാര്യം, കഴിഞ്ഞ തവണ CK ചന്ദ്രപ്പൻ അന്തരിച്ച ശേഷം അദ്ദേഹത്തിന് പകരക്കാരനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സംസ്ഥാന കൗൺസിലിൽ കാനൻ രാജേന്ദ്രന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. പക്ഷേ ഒരു തർക്കം രൂപപ്പെട്ടു. ആ തർക്കത്തെ തുടർന്ന് C ദിവാകരനുമായി ബന്ധപ്പെട്ട തർക്കം, ആ തർക്കത്തെ തുടർന്ന് പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ C ദിവാകരനാകട്ടെ തിരുവനന്തപുരം പേയ്മെൻറ്റ് സീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. പകരം KE ഇസ്മായിൽ വന്നിരിക്കുന്നു. എന്തായിരിക്കും അതിൻ്റെ ഒരു പൊതു രീതി? CPM-നെ കുറിച്ച് വളരെ ഉൾക്കാഴ്ചയോടുകൂടി സംസാരിക്കുന്ന താങ്കളിൽ നിന്ന് ഇതിലും അതേ ഉൾക്കാഴ്ച പ്രതീക്ഷിക്കുന്നു. അല്ല പ്രകാശ്, ഈ CPM-ലുള്ള പോലെ അടിമുടി വിഭാഗീയത എന്നൊരു സംഗതി CPI-ൽ ഇല്ല. ഏതായാലും ഭാഗ്യവശാൽ അതാണ് അതിൻ്റെ അകത്ത് ഒരു ഗുണപരമായ വ്യത്യാസം. പിന്നെ CK ചന്ദ്രപ്പൻ പ്രത്യേകിച്ച് ആ കാലത്തിൽ നിര്യാതനായ സന്ദർഭത്തിൽ അന്ന് സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിലും സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നില്ല, സംസ്ഥാന സെക്രട്ടറി രൂപീകരിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ കുറച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടായത്. കേന്ദ്ര നേതൃത്വം നമുക്കറിയാവുന്ന പോലെ സി ദിവാകരന്റെ പേര് നിർദ്ദേശിച്ചു. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ പേര് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെയാണ് ദിവാകരൻ അനഭിമതനായതുകൊണ്ടാണ് കാനൻ രാജേന്ദ്രന്റെ പേര് ഉയർന്നു വന്നത്. അന്ന് ശ്രീ ഇസ്മായിലിന്റെ പേര് ഉയർന്നു വരികയേ ഉണ്ടായില്ല. ഇപ്പോൾ ഒത്തീർപ്പ് സ്ഥാനാർത്ഥിയായി വന്ന പന്നിയൻ രവീന്ദ്രൻ ഇനി സെക്രട്ടറിയായി തുടരാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പലതവണ വ്യക്തമായി പാർട്ടി കമ്മിറ്റിയിൽ മാത്രമല്ല പൊതുവേദിയിൽ തന്നെയും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു സെക്രട്ടറി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന രണ്ട് പേരുകൾ പ്രകാശ് പറഞ്ഞവ തന്നെയാണ്. ഒന്ന് കാനൻ രാജേന്ദ്രന്റെ പേരാണ്, മറ്റത് കെ ഇസ്മായിലിന്റെ പേരാണ്. രണ്ടുപേരും സംസ്ഥാന സെക്രട്ടറി ആകാനൊക്കെ യോഗ്യതയുള്ളവരാണ്. ആർക്കും അവരുടെ കഴിവുകളെ കുറിച്ചോ പ്രാപ്തിയെ കുറിച്ചോ ഒന്നും യാതൊരു സംശയം ഉണ്ടാവില്ല. ഈ രണ്ടിൽ ഒരാളായിരിക്കും സെക്രട്ടറി എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അത് ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു പ്രവചനം നടത്താൻ ഞാൻ ആസക്തനാണ്. രണ്ടുപേരും അഡ്വക്കേറ്റ് ജയശങ്കർ, പൊതുവിൽ താങ്കൾ CPM-ന്റെ കാര്യത്തിലാണ് വലിയ പ്രവചനങ്ങളും കടന്നാക്രമണങ്ങളും നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ഈ തർക്കത്തിനിടയിൽ ബിനോയ് വിശ്വത്തെ പോലുള്ള മൂന്നാമതൊരാൾ കൂടി ഇപ്പോൾ ആദ്യം പന്നിയൻ വന്നതുപോലെ കടന്നു വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ വരാനുള്ള സാധ്യത വളരെ 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 വിദൂരമാണ്. ഈ രണ്ടിൽ ഒരാളായിരിക്കും സെക്രട്ടറി എന്ന കാര്യം ഞാൻ തർപ്പിച്ചു പറയും. ശ്രീ രാമചന്ദ്രൻ നായർ, ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് CA കുര്യൻ പറഞ്ഞത് തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ കൺട്രോൾ കമ്മീഷന് പരാതി നൽകാമായിരുന്നു, ജനാധിപത്യം സൂക്ഷിക്കുന്നുണ്ട് ഇന്നും പാർട്ടി എന്നാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കൾ ഇതിനെ അടുത്ത് നിരീക്ഷിക്കുന്നതാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏതാണ്ട് 2 പേർ തമ്മിലുള്ള മത്സരം, അല്ലെങ്കിൽ 2 പേരിൽ ഒരാൾ എന്നുള്ള കാര്യത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് CPI-യിൽ നടക്കുന്നത്? CPI എങ്ങോട്ടാണ് പോകുന്നത്? CPI ജനാധിപത്യവും അതുപോലെ തന്നെ സത്യവും സൂക്ഷിക്കുന്ന ഒരു പാർട്ടി തന്നെയായി തുടരുന്നുണ്ടോ? ശ്രീ രാമേന്ദ്രൻ നായർ, താങ്കളോടാണ്. ഞാൻ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന കൗൺസിലാണ് പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 2 വ്യക്തികൾ ഇപ്പോ പാർട്ടി സെക്രട്ടറിമാരാകാൻ മുമ്പിലുണ്ട് എന്നുള്ളത് പത്രങ്ങൾ മുഖേനയും മറ്റും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അതെല്ലാം സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മറ്റേ ആരാകും എന്നൊന്നും ഞാൻ ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി താൻ മത്സരിക്കുന്നില്ല, താൻ ഇല്ല എന്നുള്ളത് ഒരു പൊതുവേദിയിൽ പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. പാർട്ടി സെക്രട്ടറി മാറുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതുമെല്ലാം സംസ്ഥാന കൗൺസിലാണ്. അതിനു മുമ്പ് തന്നെ പന്നിയൻ രവീന്ദ്രൻ താൻ മാറുന്നു, താൻ ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം തന്നെ അദ്ദേഹത്തെ ആഗ്രഹിച്ചാൽ പോലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് ഇല്ല എന്ന് മാനവരോട് പറയുകയും അതെല്ലാം നവീകത്തിൽ എഴുതുകയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാർ ചെയ്യാത്തൊരു കാര്യമാണ്. അതെല്ലാം സംസ്ഥാന കൗൺസിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയാം. പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കേണ്ട സംസ്ഥാന കൗൺസിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻകൂട്ടി തന്റെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അത് എപ്പോഴും അതിന്റെ ഇമേജിന്റെ ആളാ, അതിനുവേണ്ടി മാനവരെ പൊതുവേദിയിൽ കയറി നിന്ന് സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറി ആകുന്നില്ല എന്ന് പറഞ്ഞ ആ നടപടി ഒരിക്കലും ശരിയായിട്ടുള്ളതല്ല. പറഞ്ഞ് തുടരുന്നൊരു കാര്യം ഇതാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അത് വ്യക്തമാണ് ശ്രീ രാമചന്ദ്രൻ നായർ. പക്ഷേ താങ്കൾക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്, CK ചന്ദ്രപ്പൻ അന്തരിച്ച ശേഷം ആ സ്ഥാനത്തേക്ക് കാനൻ രാജേന്ദ്രനും അതുപോലെ C ദിവാകരനും മത്സരിക്കുന്ന അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം സംജാതമായി. അതിൽ C ദിവാകരൻ ഇപ്പോൾ ഏതാണ്ട് ഒതുക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ഇതിൽ ഒതുക്കപ്പെടുന്നത് ആരായിരിക്കും? K ഇസ്മായിലോ അതോ കാനൻ രാജേന്ദ്രനോ? ഞാൻ പറഞ്ഞല്ലോ, ആരാണ് സെക്രട്ടറി ആകുന്നു എന്നുള്ളത് പുതിയ തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന കൗൺസിലാണ് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും CPIയുടെ സംസ്ഥാന കൗൺസിലിന് ആ ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ കഴിയും. അത് ആര് എന്നുള്ളത് സംസ്ഥാന കൗൺസിൽ തീരുമാനിക്കപ്പെടും. അത് ശരിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ അത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ പേയ്മെന്റ് സീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യത്തിൽ, സമരങ്ങളുടെ കാര്യത്തിൽ, CPIഎമ്മിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ എല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അതെങ്ങനെ പ്രതിഫലിക്കും? അതെല്ലാം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ആ പാർട്ടിയിൽ നിന്നും എല്ലാ ബന്ധങ്ങളും വേർപെടുത്തി പോയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ
ഞാനിനി താങ്കൾ അതിലെ ആ മാന്യത പുലർത്തുന്നു, അതിൽ സന്തോഷമുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ സമ്മേളനം CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM-നോട് വളരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന കാനം രാജേന്ദ്രൻ, പക്ഷേ എപ്പോഴും CPIM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തോടൊപ്പം ഒരു മൃദു സമീപനവുമായി നിൽക്കുന്ന KE ഇസ്മായിൽ, CN ചന്ദ്രൻ, ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഇവിടെ ഈ CPI-യുടെ സമ്മേളനം CPIM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാകുന്നത് എങ്ങനെയാണ്? മറ്റൊന്ന്, VS അച്യുതാനന്ദൻ ഇതിൻ്റെ സെമിനാറിലെത്തുകയാണ്. ഒരിക്കൽ വയ്ക്കട വലത ചെങ്കൊടി താഴെ എന്ന മുദ്രാവാക്യം CPIM അണികളെ പഠിപ്പിച്ച VS CPIM-നേക്കാളും സമ്മേളന നടപടികളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, സെമിനാറിലെങ്കിൽ സെമിനാറിൽ യോഗ്യമായ സംഘടന CPI ആണെന്ന് കരുതുന്നതാണോ, അങ്ങോട്ട് മാറുന്നതാണോ? CPIM-നേക്കാളും മികച്ച ജനാധിപത്യ രാഷ്ട്രീയമുള്ള, UDF-നെതിരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു സംഘടനയായി CPI പതിയെ പതിയെ മാറുകയാണോ? അതിനകത്ത് ആദ്യത്തെ ഭാഗത്തിനുള്ള മറുപടി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം, ഇപ്പോൾ അഖിലേന്ത്യാ നിലവാരത്തിൽ ഇടതുപക്ഷം ദുർബലമായിരിക്കുന്ന കാലമാണ്. 11 സീറ്റുകളുമൊക്കെ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ CPM-ൻ്റെ തന്നെ അഖിലേന്ത്യാ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ധാരാളം സംശയങ്ങളുള്ളത് കൊണ്ടാണ്, ആ ബുദ്ധിമുട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ തന്നെ വിഭാഗീയത അവസാനിപ്പിച്ച് അവശിഷ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കണമെന്നുള്ള ധാരണയിലേക്ക് നേതൃത്വ നിലവാരത്തിൽ എല്ലാവരും എത്തിയത്. CPI-യുടെ കാര്യം പറഞ്ഞാൽ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി കേരളത്തിൽ പോലും അത്ര പ്രസക്തമായ ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഭാഗം പറയുമ്പം ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ ശക്തികൾ, ഇതിനെയൊക്കെ കേരളത്തിലെങ്കിലും നിലനിർത്താനും അധികാരത്തിൽ വന്ന് കൂടുതൽ ജനകീയമാകാനും ഒക്കെ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം, കുറഞ്ഞപക്ഷം രണ്ടാമത്തെ ഉത്തരവാദിത്വം CPI-ക്കുണ്ട്. പക്ഷേ CPI-യെ നേരിടുന്ന ഒരു സന്ത്രാസമുണ്ട്. CPI-ക്ക് 4 മന്ത്രിമാർ, 23 സീറ്റുകൾ. അത് നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് എപ്പോഴും ആ പാർട്ടി. കൂടുതൽ ആവശ്യപ്പെടാനുള്ള ഒരവസ്ഥയിലല്ല. അങ്ങനെ ഒരു അവസ്ഥ അവരുടെ പരിമാണപരമായ വലിപ്പം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഒരു യുവ കേരളത്തിൻ്റെ സ്വാഭാവിക ചോയ്സ് അല്ല CPI എന്ന് CPI തന്നെ ഉള്ള CPI അംഗമായിരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം പോകട്ടെ, ഞാൻ പറയുന്നത് അതിലേക്കൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആര് സെക്രട്ടറിയായി വരുന്നില്ല എന്നത് ഒരുപക്ഷെ PK പ്രകാശോളം തന്നെ വലിയ താല്പര്യം മാധ്യമ ലോകത്തിന് പോലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് അവരുടെയൊന്നും കുറ്റമൊന്നും ആരെയും ഇകഴ്ത്തി പറയുന്നതല്ല, പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, VS അച്യുതാനന്ദൻ അവരുടെ സമ്മേളന വേദിയിൽ പോകുന്നതിൽ പഴയ വെക്കട വലത ചെങ്കൊടി താഴെ എൻ്റെ 1964 പാർട്ടി പുലർന്ന സമയത്തൊക്കെ ഞങ്ങൾ ആലപ്പുഴയിലൊക്കെ ഉണ്ടായിരിക്കുമ്പം ആലപ്പുഴയിലെ ബാർബർ ഷാപ്പുകളിലൊക്കെ ദയവായി വലതർ രാഷ്ട്രീയം പറയരുതെന്ന് എഴുതി വച്ചിരുന്നു. രാഷ്ട്രീയം പറയാനുള്ള യോഗ്യത പോലും വലതർക്കില്ല എന്ന നിലയ്ക്ക് വളർന്നു വന്ന കൗമാരക്കാരുടെ കൂട്ടത്തിലൊരാളായിരുന്നു ഞാൻ. അന്നത്തെ ഒരു അവസ്ഥ അതായിരുന്നു. ഏതായാലും വെക്കട വലത ചെങ്കൊടി താഴെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ആ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. അത് CPI അറിയിക്കുന്നുമുണ്ട്. അതിനുശേഷം CPI ധാരാളം ആത്മപരിശോധന നടത്തിയെന്ന കാര്യം നാം മറന്നു പോകരുത്. അങ്ങനെ ആത്മപരിശോധന നടത്തി സ്വയം അങ്ങനെ വന്നിട്ടുള്ള, ഇപ്പം CPM-നാണെങ്കിൽ ഏറ്റവും ആനുകാലികവും ഏറ്റവും ജനകീയവുമായിരിക്കുന്നത് കൊണ്ട് സ്വയം നവീകരണം എപ്പോഴും സാധ്യമാണ്, അതിനുവേണ്ടി സ്ട്രഗിളുണ്ട്. CPI-യിൽ അങ്ങനെ വലിയ സമരമൊന്നും നാം കാണുന്നില്ല. എങ്കിലും ഇടതുപക്ഷ പാർട്ടിയിലെ പ്രമുഖമായ രണ്ടാമത്തെ പാർട്ടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ VS അച്യുതാനന്ദനെ പലപ്പോഴും, നേരത്തെ സജീവൻ പറഞ്ഞതുമാതിരി, പലപ്പോഴും അവർ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, മറിച്ച് വാർത്താ പ്രാധാന്യത്തിലേക്ക് എത്താവുന്ന വാർത്താ വിഭവം VS അച്യുതാനന്ദനാണ്. കാരണം അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന വലിയ പാർട്ടിയോടാണ്. അങ്ങനെ വരുമ്പം ആ വാർത്താ വിഭവത്തോട് ഒട്ടി നിന്നാൽ കിട്ടുന്ന അത്യാവശ്യം പ്രശസ്തി ഇതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവാം CPI. അത്തരം ഒരു ആഗ്രഹ ചിന്ത തന്നെയായിരിക്കാം VS-നെ ഈ മീറ്റിങ്ങിലേക്ക് കൂടി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സജീവൻ ചോദിച്ചത് മാതിരി എന്തുകൊണ്ട് VS-നെ മാത്രം പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, വിമത ശബ്ദത്തെ പിന്തുണയ്ക്കുമ്പോഴാണ് സജീവ പ്രകാശ് വാർത്താ പ്രസക്തിയിലേക്ക് വരാനാവുക. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളുടെ നിലപാട്. അവസാനമായി അഡ്വക്കേറ്റ് ജയശങ്കർ, CPIM-ന്റെ സമ്മേളനം അതിൻ്റെ അണികളുടെ ശേഷി കൊണ്ടോ ആ പാർട്ടിയുടെ വലിപ്പം കൊണ്ടോ അല്ല വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചു. വലിയേറ്റനെ പിന്തുടരുകയാണല്ലോ CPI-യും. ഏതാണ്ട് അതിൻ്റെ അടുത്ത് വരുമോ ഉൾപാർട്ടി ചർച്ചകളും സെക്രട്ടറി തെരഞ്ഞെടുപ്പും എല്ലാമായി CPI-യും ഇത്തവണ? പ്രകാശ്, എത്ര ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാലും CPM-ൽ പോലുള്ള വിഴുപ്പലക്കലും കൂപ്പിയറും
കണ്ണേ കരളെ എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യം വിളിയൊന്നും CPI-കാർക്ക് നടത്താൻ പറ്റുകയില്ല. ഇത് ഒരു പക്ഷേ രണ്ട് നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടുപേരും സാധ്യതയുള്ളവരാണ്. ഒരാൾ സെക്രട്ടറി ആയാൽ മറ്റേ ആൾ പാർട്ടി വിട്ടുപോവുകയോ വിഴുപ്പലക്കുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. പിന്നെ VS-ന്റെ കാര്യത്തിൽ VS-ന്റെ നിലപാടുകളെ CPI പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്, എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് DICK എന്ന് പറഞ്ഞ ഒരു വലിയ വിപ്ലവ പാർട്ടിയെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ CPI വളരെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി, RSP എതിർക്കുകയുണ്ടായി, VS അച്യുതാനന്ദനും എതിർക്കുകയുണ്ടായി. അവസാനം CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ അംഗീകരിക്കേണ്ടി വന്നു DICK പോലുള്ള വിപ്ലവ പാർട്ടികൾക്ക്. മാത്രമല്ല ഇപ്പൊ പന്നിയൻ രവീന്ദ്രനെ പിന്നിൽ താടി വളർത്തിയ ആൾ എന്ന് പറയുകയും മൂന്നാറിലെ ഓഫീസ് ഇടിച്ചു നിരത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഘർഷവും ബന്ധവും എല്ലാം ഇടകലർന്നതായിരുന്നു. പല കാര്യങ്ങളിലൊക്കെ എതിർക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ VS അച്യുതാനന്ദന് ഒരു വാർത്താ പ്രാധാന്യമുണ്ട്. ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന വക്കീൽമാരുടെ സംഘടനയുടെ വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ CA കുര്യൻ, ശ്രീ A സജീവൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ രാമചന്ദ്രൻ നായർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.